കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പനമരം ദേഹത്ത് വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും എന്നുള്ളതാണത്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനി ആൻ മേരിയാണ് മരിച്ചത്. പരുക്കേറ്റ സുഹൃത്ത് ചികിത്സയിൽ തുടരുന്നു. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടാന പിഴുതിട്ട പനമരം ഇരുവരുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഇതും മറ്റൊരു അപകട വാർത്ത. ദാരുണ സംഭവം തന്നെയാണ്. അർച്ചന ചേരുന്നു വിശദാംശങ്ങളുമായി. അർച്ചന, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് വ്യക്തമാകുന്നത്? അതിദാരുണമായ സംഭവമാണ് ഇന്നലെ കോതമംഗലത്തും ഉണ്ടായത്. ആൻമരിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം 9 മണിയോടെ ആരംഭിക്കുമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആൻമരിയുടെ കുടുംബങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ആൻമരിയുടെ മൃതദേഹമുള്ളത്. എന്തായാലും ഇന്നലെ 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആൻമരിയയും സുഹൃത്ത് അൽത്താഫ് അബൂബക്കറും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ പനമരം ഇവരുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അൽത്താഫിൻ്റെ പരിക്ക് ഇപ്പോൾ ഗുരുതരമാണ്. അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ 5 മണിയോടുകൂടി നടന്ന അപകടമാണ്. ഇത്തരത്തിൽ ആന പിഴുതെറിഞ്ഞ പനമരം ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാകുന്നത്. അതിൽ കൃത്യമായൊരു വ്യക്തതയും വരാനുണ്ട്. എന്തായാലും നിലവിൽ ആ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. അത് ജനങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ പരാതികളും പറഞ്ഞതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇരുവരും എഞ്ചിനീയറിംഗ്, അതായത് കോതമംഗലം MA വിദ്യാർത്ഥികളാണ്, എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. എന്തായാലും അൽത്താഫിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആൻമരുടെ മൃതദേഹ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനുള്ളിൽ 9 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. ശരി അർച്ചന. കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പനമരം ദേഹത്ത് വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് അർച്ചന ആശുപത്രിക്ക് മുൻപിൽ നിന്നും നൽകിയത്.